ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ വളരെ സങ്കടത്തോടെ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് യേശു തകർന്ന നിലയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം: അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. ഇന്ന് ഈ രാവിലെ സമയത്ത് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ പറ്റി അല്പം ധ്യാനിക്കാമെന്ന് ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ഇതിനാധാരമായിരിക്കുന്ന പശ്ചാത്തലം, സംഭവം ഒക്കെ നമുക്കറിയാവുന്നതാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചന്ദ്രരോഗിയായ ഒരു ബാലൻ്റെ പിതാവ് തൻ്റെ മകൻ്റെ സൗഖ്യത്തിനായിട്ട് കടന്നു വരുന്ന ഭാഗമാണ്. അതൊരു അശുദ്ധാത്മാവ് വ്യാപരിച്ചിരിക്കുന്ന രോഗമാണ്. അത് വലിയ തീവ്രമായിട്ട് ആ ബാലനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആ കുടുംബത്തിൻ്റെ മുഴുവൻ ജീവിതം അന്ധകാരത്തിലായിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-15 യേശു കർത്താവിൻ്റെ അടുക്കൽ ഈ പിതാവ് വന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്ന ഒരു കുടുംബം, വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്ന ഒരു പിതാവ്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ തീയും വെള്ളവുമാണ് അവർക്ക് വലിയ പ്രതികൂലമായി നിൽക്കുന്നത്. സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന മകന്, ഈ അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുന്ന ഈ മകന്, ഈ അശുദ്ധാത്മാവ് വരുമ്പോൾ അവനെ വല്ലാതെ ഞെരുക്കിയിട്ട് അവൻ ഓടി വെള്ളത്തിലോ തീയിലോ ചാടി നശിക്കുവാൻ തക്കവണ്ണം അവനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പൈതൽ ഒരു ഭവനത്തിനുണ്ടെങ്കിൽ ആ ഭവനത്തിൻ്റെ അവസ്ഥ എത്ര ഭയങ്കരമായിരിക്കും. ഇന്നും നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ മക്കളുടെ രോഗങ്ങളാൽ, മക്കളുടെ മാനസികാസ്വാസ്ഥങ്ങളാൽ തീയുടെയും വെള്ളത്തിൻ്റെയും അവസ്ഥയിൽ കടന്നു പോകുന്ന അനേക മാതാപിതാക്കളെ നമ്മുടെ ചുറ്റും കാണും. അപ്രകാരമുള്ള ഒരു പൈതൽ, നോർമൽ അല്ലാത്തൊരു കുഞ്ഞ് ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥയെ ആ പിതാവ് സ്വയം പരിചയപ്പെടുത്തിയതുപോലെ തന്നെ വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഇങ്ങനെ വല്ലാത്ത കഷ്ടത്തിലായി പോയ മകനെയും കൊണ്ട് വലിയ പ്രതീക്ഷയോടെ ഈ പിതാവ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരികയാണ്. കാരണം ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യനെ, യേശുവിനെ നേരിട്ടൊരു പക്ഷേ പരിചയം കാണില്ല. യേശുവിൻ്റെ കൂടെ നടക്കുന്ന സന്തത സഹചാരികൾ എന്ന നിലയിൽ ഇവരിൽ നിന്ന് നന്മ ഉണ്ടാകുമെന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആ മനുഷ്യൻ വിചാരിച്ചു. പക്ഷെ അവർക്ക് ഈ പൈതലിനെ സുഖമാക്കുവാൻ സാധിച്ചില്ല. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം, ആ പിതാവ് തനിയെയാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. അവിടെ ശിഷ്യന്മാർ അവനെ കൊണ്ടുവരുന്നതായിട്ടും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വന്ന് മുട്ടുകുത്തി എൻ്റെ മകനോട് കരുണയാകണമേ എന്ന് തൻ്റെ വീടിൻ്റെ അവസ്ഥയിൽ അയ്യം വിളിക്കുന്ന പിതാവിനെ നോക്കിക്കൊണ്ട് തകർന്ന ഹൃദയത്തോടെ യേശു കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമാണ്: അവിശ്വാസവും കോട്ടയും ഉള്ള തലമുറയെ. എന്താണ് ദൈവം, യേശു കർത്താവ് അവരെ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എന്ന് വിളിക്കാൻ കാരണം? അവരിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ആ സമയത്ത് വരാതെ പോയി. അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്ത ഒരത്ഭുതം അവിടെ നടക്കാതെ പോയി. ഇത്രയും നാൾ കൂടെ കൊണ്ട് നടന്ന് വചനം കൊടുത്തു, അഭിഷേകം പ്രാപിച്ചു, അത്ഭുതം കണ്ടു, അപ്പം തിന്നു, ഇതൊക്കെയും കണ്ട് ട്രെയിൻ ചെയ്തെടുത്ത ഒരു കൂട്ടം ആൾക്കാർ ആ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ തരത്തിലും പരാജയപ്പെട്ടു പോയപ്പോൾ അവരെ നോക്കിക്കൊണ്ട് യേശു വിമർശനാത്മകമായി ചോദിക്കുന്ന ചോദ്യമാണ്: അവിശ്വാസവും കോട്ടയുമുള്ള തലമുറയെന്ന്. എന്നാൽ നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മെ ദൈവമക്കളെന്ന നിലയിൽ, വിശ്വാസികൾ എന്ന നിലയിൽ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ ഈ സമൂഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചിലതൊക്കെയുണ്ട്. അത്തരത്തിൽ ഉയരുവാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ ഇതേ ചോദ്യം, ഇതേ സംബോധന നമ്മുടെ ജീവിതത്തിലും ഈ 2024 ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മറക്കരുത്. എന്താണ് ഇവരുടെ അവിശ്വാസം?
ഇവരുടെ അവിശ്വാസം എന്നാൽ വിശ്വസിക്കുന്നവരിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയിൽ ആശ്രയിക്കുവാൻ ഇവർക്ക് കഴിയാതെ പോയതാണ് ഇവരുടെ അവിശ്വാസം. വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് വ്യാധികൾ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും പാപികളെ മാനസാന്തരത്തിലേക്ക് തിരിക്കുവാനും ഒക്കെയുള്ള അധികാരം കൊടുത്താണ് അവരെ വിടുന്നത്. അധികാരം അവർക്ക് കൊടുത്തു. പക്ഷേ ആശ്രയിച്ചു കഴിയുമ്പോൾ ആ ദൈവിക ശക്തി അവരിലൂടെ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് കഴിയാതെ പോയി. വിശ്വസിക്കുന്നവരിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരത്തെ അവിശ്വസിച്ചു പോയതാണ് അവരുടെ അവിശ്വാസം. നാം ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവശക്തി നമ്മളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ചിലയിടങ്ങളിൽ നമ്മളിലൂടെ ദൈവശക്തി ട്രാൻസ്മിറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ച് ദൈവം ചിലയിടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ആ ശക്തിയുടെ വാഹകരായി തീരുവാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ അവിശ്വാസമുള്ള ഒരു തലമുറയായി നാം തീരുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മളിലൂടെയും വ്യാപരിക്കും. എന്താണ് ഇവരുടെ കോട്ടം? അവിശ്വാസമുള്ള തലമുറയുടെ കൂടെ യേശു അവിടെ സംബോധന ചെയ്ത് കോട്ടമുള്ള തലമുറ. കോട്ടം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഇംപെർഫെക്ഷൻ എന്നാണ്. പെർഫെക്റ്റ് അല്ലാത്തത്, സമ്പൂർണമല്ലാത്തത്, ഊനമുള്ളത്, കുറവുള്ളത്. ഇവരെ നോക്കിക്കൊണ്ട് യേശു വിളിക്കുകയാണ്, കുറവുള്ള തലമുറയെ, പൂർണ്ണതയില്ലാത്ത തലമുറയെ, എന്തൊക്കെയോ പാകപ്പിഴകളുള്ള തലമുറയെ. ഏതെങ്കിലും ഒരു വസ്തു, ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനി ഉണ്ടാക്കുമ്പോൾ ആഗ്രഹിക്കുന്ന നിലയിൽ അത് പുറത്തു വരുന്നില്ല എങ്കിൽ, അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിന് കോട്ടമുണ്ടെന്ന് നാം പറയും. അതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണതയിലേക്ക് വരാൻ പറ്റാത്ത ഇവരെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് സംബോധന ചെയ്യുകയാണ്, കോട്ടമുള്ള തലമുറയെ. എന്തായിരുന്നു ഇവരുടെ കോട്ടം? വളരെ ഭാരത്തിലും കഷ്ടത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന ഒരു പിതാവ് നിസ്സഹായതയോടെ അവരെ ആശ്രയിച്ചു. അവർക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റിയില്ല, എന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്ന് അവിടെ ഉണ്ടായിരുന്നു. സൗഖ്യദായക സ്രോതസ്സായിരിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാമായിരുന്നു. ഈ ഭാഗങ്ങളിലൊന്നും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലും ഈ ശിഷ്യന്മാർ അവനെ യേശുവിൻ്റെ അടുക്കലേക്ക് നയിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. അവൻ സ്വന്തം പ്രേരണയാൽ യേശുവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ അപരൻ്റെ പ്രശ്നങ്ങളോട്, മറ്റുള്ളവൻ്റെ പ്രതിസന്ധിയോട്, മറ്റുള്ളവൻ്റെ കഷ്ടതയിലൂടെ ആത്മാർത്ഥത കാണിക്കുവാൻ പറ്റാതെ പോകുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ അവസ്ഥയാണ് കോട്ടം. അടുത്ത് നിൽക്കുന്നവൻ്റെ വീട്ടിലെ കഷ്ടത, നമ്മളുമായി സഹകരിക്കുന്ന ചിലരുടെ സങ്കടങ്ങൾ, ഭാരങ്ങൾ, അതിലേക്ക് ആത്മാർത്ഥതയോടെ ഇറങ്ങി അതിൻ്റെ ഒരു ഭാഗമായി തീർന്ന് നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ദൈവസന്നിധിയിലേക്ക് നയിക്കുന്ന ചില മധ്യവർത്തികളായി, ചില ഇടനിലക്കാരായി നാം പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് നമ്മുടെ കോട്ടം. അത്തരത്തിൽ നമുക്ക് ഉയരാൻ പറ്റുന്നില്ലെങ്കിൽ, ഇവിടെ ഇവൻ്റെ ചന്ദ്രരോഗത്തിൽ ഇവർക്ക് യാതൊരു വിഷയവുമില്ല. അവൻ്റെ മകന് ചന്ദ്രരോഗമുണ്ടെങ്കിൽ, അവൻ്റെ വീട്ടിൽ തീയുടെ അനുഭവം ഉണ്ടെങ്കിൽ, അവൻ്റെ വീട്ടിൽ വെള്ളത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ എനിക്കെന്ത് പ്രശ്നം? അവൻ മഹാകഷ്ടത്തിലാണെങ്കിൽ എനിക്കെന്ത് പ്രശ്നം എന്ന ആറ്റിറ്റ്യൂഡായിരുന്നു ഇത്. പകരം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ചെയ്തു തരുവാൻ പറ്റുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ തൃപ്പാദത്തിലേക്ക് വെള്ളത്തിൻ്റെ അവസ്ഥയിലും തീയുടെ അവസ്ഥയിലും മഹാകഷ്ടത്തിൻ്റെ അവസ്ഥയിലുമായിരിക്കുന്നവരെ കൊണ്ടുവരുന്ന ഒരാത്മാർത്ഥത, മറ്റുള്ളവൻ്റെ പ്രശ്നങ്ങളിൽ ആ ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം അവരെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കും. ഈ രണ്ട് കാര്യത്തിലും ശിഷ്യന്മാർ പരാജയപ്പെട്ടതുകൊണ്ടാണ് യേശു കർത്താവ് അല്പം പോലും ദയയില്ലാതെ അവരെ അഭിസംബോധന ചെയ്തത് അവിശ്വാസവും കോട്ടയുമുള്ള തലമുറ. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവശക്തിയുടെ ചാലകങ്ങളായി പ്രവർത്തിക്കാം, ദൈവശക്തി വ്യാപരിപ്പിക്കുന്നവരായി തീരാം, അനേകരെ കർത്താവിങ്കലേക്ക് നയിക്കുന്നവരായി തീരാം. ആ പ്രവർത്തനങ്ങളിലൂടെ ദൈവം നമ്മളെ നോക്കി വിശ്വാസമുള്ളവരെ, കോട്ടമില്ലാത്തവരെ എന്ന് പറയുന്ന തലത്തിലേക്ക് ഉയരുവാൻ നമുക്ക് ശ്രമിക്കാം. അതിന് ദൈവത്തിൻ്റെ വചനം നമ്മളെ സഹായിക്കട്ടെ.